ഹായ് ഗൈസ്, അമ്മമ്മ എന്താണ് പറയുന്നത് കേട്ടില്ല. ഈ ചാളകറി വെച്ച് കഴിച്ച് നിങ്ങൾക്ക് ഒരു പറ ചോറണമെന്നാണ്. ഒരു പറയോ ഒരു പാത്രമോ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. കഴിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. തുടക്കത്തിൽ അമ്മമ്മ സഹായിച്ചെങ്കിലും പിന്നീട് അമ്മമ്മൻ്റെ സഹായം ഒന്നും കണ്ടില്ല. പിന്നെ ഇതെൻ്റെ തലയിലെ ഇതെൻ്റെ ഫസ്റ്റ് ചാളക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ പാൻ വെച്ച് ചൂടായി അതിലോട്ട് തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കുക. എന്നിട്ട് അത് ഇറക്കി വെച്ചിട്ട് അതിൽ ഉള്ളിയും പച്ചമുളകും ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കുക. പച്ചമുളക് പഴുത്തതോ പച്ചയോ എന്തെങ്കിലും ഒരു ഏരിയയുള്ള പച്ചമുളക് ഇടുക. അതിനുശേഷം അടിച്ചെടുത്ത് വന്നതിന് ശേഷം കട്ടയില്ലാതെ ഇളക്കി നിങ്ങളുടെ കയ്യിൽ എത്ര ചാളയാണോ ഉള്ളത് ചാളയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളം ചേർക്കുക. അതായത് ഇപ്പോൾ ചാറ് കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർക്ക് കൂടുതൽ വെള്ളം ചേർക്കാം, വേണ്ടെങ്കിൽ വെള്ളം ചേർക്കണ്ട, കുറച്ച് കട്ടിക്കിരുന്നോട്ടെ. അപ്പം നമുക്കിപ്പോൾ ഒരുപാട് ചാറ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നല്ല ഫ്രഷ് ചാള കിട്ടുകയാണെങ്കിൽ ഈ കറി ഉണ്ടാക്കിയാൽ മതിയേ. ഫ്രഷ് കിട്ടിയില്ലെങ്കിൽ പൊരിച്ചാൽ മതി, അതായിരിക്കും ടേസ്റ്റ്. അതിനുശേഷം ഇതിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടുക. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര അളവും കാര്യങ്ങളും ടേബിൾ സ്പൂണിലും ടീസ്പൂണിലും ഒന്നും പറഞ്ഞുതരാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാനൊരു അളവിനാണ് ഇതിൻ്റെ അകത്ത് ഇട്ടത്. അപ്പോൾ നിങ്ങൾ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇടുക. മഞ്ഞൾപ്പൊടി ഇടുക, പിന്നീട് ആവശ്യത്തിന് ഉലുവാപ്പൊടി ഇടുക. പിന്നെ നിങ്ങൾ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പില്ലെങ്കിൽ വേണമെങ്കിൽ അപ്പം ചേർത്താൽ മതി. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇടുക. ഇത്രയും ചേർത്ത് അടച്ച് വെച്ച് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വേവിക്കുക. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കുക. പിന്നെ ഇത്രത്തോളം ഇളക്കണ്ട. ഇത്രത്തോളം ഇളക്കിയതിൻ്റെ ഫലമായിട്ട് എൻ്റെ മീൻ കുറേയൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. നെക്സ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാൻ വെച്ച് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് സവാള ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. മൂപ്പിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒഴിക്കുക. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയണല്ല, ഫസ്റ്റ് ചാളക്കറി ഫ്ലോപ്പ് ആയില്ല ഭാഗ്യത്തിന്. വീട്ടിലെല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.